വീണ്ടും ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ച് ഹമാസ്. ഇസ്രായേലിനുള്ളിലേക്ക് ഹമാസ് റോക്കറ്റ് വർഷം തന്നെ നടത്തി. 3 സൈനികർ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. വമ്പിച്ച നാശനഷ്ടമാണ് ഇസ്രായേലിന് ഉണ്ടായത്. ഇസ്രായേലിൻ്റെ അയൺ ഡോം എന്ന പേര് കേട്ട പ്രതിരോധ സംവിധാനത്തിന് ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത് ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്നു. ഹമാസിൻ്റെ ആക്രമണത്തിന് പിന്നാലെ റഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ പതിവ് പോലെ ഇസ്രായേൽ ആക്രമണം നടത്തി. അവിടെ 26 പേർ കൊല്ലപ്പെട്ടു. ഹമാസ് പോരാളികളെയല്ല കൊന്നത്, അഭയാർത്ഥികളെ. റഫയിൽ വീണ്ടും ശക്തമായ ആക്രമണം നടത്തുമെന്നും റഫയിലുള്ള ഹമാസ് പോരാളികളെ കൊന്നൊടുക്കുമെന്നും ഇതോടെ ബെഞ്ചമിൻ നെതന്യാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. റഫയിൽ നിന്നാണ് ഇസ്രായേലിലേക്ക് റോക്കറ്റ് വർഷം ഉണ്ടായത്. 3 പേർ മരിക്കുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഇസ്രായേലിനെ നാണം കെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും അമേരിക്കയും ബ്രിട്ടനും എല്ലാവിധ വാഗ്ദാനങ്ങളും ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. സൈനിക സഹായവും ആയുധ സഹായവും ധനസഹായവും ഒക്കെ ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കരുത്തിൽ കിടന്ന് നെഗളിപ്പ് കാണിക്കുന്ന ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടനുസരിച്ച് 11 പേർക്കല്ല കൂടുതൽ പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം. പക്ഷേ 11 പേർക്ക് പരിക്കേൽക്കുകയും 3 പേർ മരിക്കുകയും ചെയ്തു എന്നാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. റഫയിൽ ഇസ്രായേൽ ഇടയ്ക്കിടെ ആക്രമണം നടത്തുന്നുണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ. ഇതിന് പ്രതികാരമായാണ് ഹമാസ് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. അയൺ ഡോമിന് റോക്കറ്റുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് പോലും ഇല്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ മികവുറ്റതാക്കിയ അയൺ ഡോം കണ്ണടച്ചിരിക്കുന്നു. അയൺ ഡോമിൻ്റെ ശക്തി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തി. 25ഓളം മിസൈലുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. അതിൻ്റെ നാശനഷ്ടം എത്രയെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടില്ല. ലെബണനിൽ ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തിയിരുന്നു. അതിന് പ്രതികാരമായാണ് ഹിസ്ബുള്ള മിസൈൽ വർഷം നടത്തിയത്. മാത്രമല്ല, ഇറാഖി റെസിസ്റ്റൻസ് എന്ന സായുധ സംഘടന, ബഹ്റൈനിലുള്ള ഒരു സായുധ സംഘടന, അവരൊക്കെ ഇസ്രായേലിനെ ആക്രമിച്ചതായി അവകാശപ്പെടുന്നുണ്ട്. ബഹ്റൈനിലെ സായുധ സംഘടന പറയുന്നത് അവർ 2 പ്രാവശ്യം ഇസ്രായേലിനെ ആക്രമിച്ചു എന്നാണ്. ഇസ്രായേലിൻ്റെ തുറമുഖ നഗരത്തിലേക്കാണ് അവർ ആക്രമണം നടത്തിയത് എന്നാണ്. ഇസ്രായേൽ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രായേലിന് കിട്ടുന്ന തിരിച്ചടികൾ ഇസ്രായേൽ പെട്ടെന്നൊന്നും പുറത്തുവിടില്ല. പക്ഷേ ഇപ്പോൾ ഹമാസിൻ്റെ ആക്രമണം പുറത്തുവിടാതിരിക്കാൻ ഇസ്രായേലിന് കഴിയില്ല. എന്തായാലും ഹമാസ് നടത്തിയ ആക്രമണത്തോടെ സമാധാന ചർച്ചകൾ, വെടിനിർത്തൽ ചർച്ചകൾ നിലച്ചിരിക്കുകയാണ്. വെടിനിർത്താൻ ഹമാസ് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അവർ പറയുന്നത് നിതാന്തമായ അല്ലെങ്കിൽ ശാശ്വതമായ വെടിനിർത്തലാണ്. അല്ലാതെ താൽക്കാലികമായ വെടിനിർത്തൽ തങ്ങൾ സമ്മതിക്കില്ല. മാത്രമല്ല, പലസ്തീൻ സ്വതന്ത്രമാകണം. പലസ്തീനിൽ അധിനിവേശം പാടില്ല. ഇസ്രായേലിൻ്റെ അധിനിവേശത്തിൽ നിന്ന് പലസ്തീൻ സ്വതന്ത്രമാകുന്നതുവരെ തങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് ഹമാസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഈജിപ്തിലെ കെയ്റോയിലാണ് സമാധാന ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും അഭിപ്രായം രണ്ടാണ്. ഇസ്രായേൽ താൽക്കാലികമായ വെടിനിർത്തലാണ് പറയുന്നത്, ഹമാസ് ശാശ്വതമായ വെടിനിർത്തലും. എന്തായാലും രണ്ടുപേരും 2 ധ്രുവങ്ങളിൽ നിൽക്കുകയാണ്. ഈ സമാധാന ചർച്ചകൾക്കിടെ ഇസ്രായേൽ പല പ്രാവശ്യം ഗസയിലെ സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിച്ചു. അതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഹമാസ് നൽകിയിരിക്കുന്നത്. ലോകം മുഴുവൻ ഹമാസിൻ്റെ പോരാട്ട വീര്യത്തെ ആരാധനയോടെ നോക്കിക്കാണുകയാണ്.